വെൽക്കം ടു ഫ്രൈഡേ ഓഫ് നോമ്പ്. കോയിന്റെ ഒപ്പം കുറുക്കം പായുമ്പോ കോയി പായണ മാതിരി ഞാൻ ഈ പായന കൊടുക്കാൻ നിങ്ങൾക്ക് അറിയോ? ചോറ് കഴിച്ചാനാണ്. സമയം നോക്കി 5:20 ആയിക്കണ്. അങ്ങനെ ഒരു പാത്രത്തേക്ക് കുറച്ച് ചോറും പിന്നെ കുറച്ച് കഷ്ണം ചിക്കൻ പീസും പിന്നെ കുറച്ച് നല്ല മുരിങ്ങാച്ചാറും അങ്ങോട്ട് പാർന്നു. ഇതൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു നീന്തപ്പഴം പ്ലേറ്റിൽ കറങ്ങണത്. അങ്ങനെ അത് അങ്ങോട്ട് അകത്താക്കി. പിന്നെ ഒരു ഓറഞ്ച് കൂടി ഉണ്ടായിരുന്നു. അത് പിന്നെ ബാക്കിയൊക്കെ എത്തിക്കാണ്ട് അതുകൂടിയാണ് തിന്നു. രാവിലെ നീച്ചിക്കാണ്ട് പിന്നെ നേരെ ഇറച്ചി വാങ്ങാൻ പോയി. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഇറച്ചി മീനും വാങ്ങാത്തോല് ദീനുൽ ഇസ്ലാമിന്ന് പുറത്താണെന്ന് പണ്ട് ലീക്ക് ബീരാൻ പറഞ്ഞു. ഏതായാലും ലീക്ക് ബീര അങ്ങനെ പറഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. ഇറച്ചിയൊക്കെ ഞാൻ ചെന്നപ്പോ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നോമ്പ് തിന്നാൻ വേണ്ടിക്കാണ് കുറച്ച് ഫ്രൂട്ട്സ് അങ്ങോട്ട് വാങ്ങി. ഇറച്ചി ഏതായാലും കിട്ടിയില്ല, അതെങ്കിലും കിട്ടട്ടെ. അങ്ങനെ ഏതായാലും ഉച്ചയപ്പോ ജുമക്ക് പോയി. വൈകുന്നേരം ഏതായാലും ജുമക്ക് പോകാൻ പറ്റൂലല്ലോ, അതുകൊണ്ടാണ് ഉച്ചക്ക് പോയത്. ഇന്ന് പുതിയ മൂലരാണ് നമ്മളെ പള്ളിക്കലെ ഹുത്തുബയൊക്കെ ഓതുന്നത്. ഇന്ന് CH സെന്റർക്ക് പിരിവുള്ള ദിവസമാണല്ലോ. മൂപ്പര് അതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം നമ്മൾ എന്തായാലും ചെയ്യണം. കാരണം ഒരുപാട് രോഗികളുടെ ആശ്രയമാണ് CH. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഒരേപോലെ ചികിത്സ ലഭ്യമാക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ CH സെന്റർ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു കോയിന്റെ ലേലം വിളി തുടങ്ങി. ഒന്നല്ല 2 കോഴികൾ. ആദ്യത്തെ കോഴി 500 റുപ്യക്കാണ് പോയത്. കോയിനെ ലേലം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തേങ്ങക്കായി ലേലം വിളി. ജുമക്ക് കാണ്ട് ഉച്ചക്കന്നെ ബിരിയാണി ചെമ്പിന് കാവലിക്കാണ് ബലി. ഫാസു ആക്കിനസ് പിന്നെ ഗൾഫിൽ നിന്ന് പുതിയൊരു ചങ്ങായും കൂടിയാണ് മെയിൻ. ഞാൻ വീഡിയോ എടുക്കാന്ന് കണ്ടപ്പോലും എല്ലാം മുങ്ങി. നോമ്പറക്കുമ്പോ തിന്നാൻ എത്താല്ലത് നോക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഞാൻ അടുക്കളയ്ക്ക്. നോക്കിയപ്പോ നല്ല തേങ്ങാച്ചോറുണ്ട്. പിന്നെ അതിക്ക് കൂട്ടാൻ നല്ല ചിക്കൻ കറി ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആയിട്ട് പച്ചമുന്തിരി ഉണ്ട്, മഞ്ഞമാങ്ങ ഉണ്ട്, ചുവപ്പ് വത്തക്ക ഉണ്ട്, ഓറഞ്ചും ഉണ്ട്. അങ്ങനെ നോമ്പറന്നിക്കാണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഓരോന്നായിക്കാണ്ട് ഞാൻ അകത്താക്കലോട്. ഇന്നിപ്പോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ബാക്കി മറ്റന്നാൾ.